السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الإيمان أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره من الله. صدق حبيبنا محمد رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഇന്നിവിടെ പ്രധാനമായി നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 ബിദ്അഈ കക്ഷികൾ എന്ന് വെച്ചാൽ വിശ്വാസരംഗത്ത് പിഴച്ചുപോയ കക്ഷികൾ. ആ കക്ഷികളും സുന്നത്ത് ജമാഅത്തും തമ്മിലുള്ള പ്രധാനമായ ഭിന്നതകൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നത് നമ്മുടെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് മുമ്പ് തന്നെ ഈ കേരളത്തിൽ ഇസ്ലാം മതം വരികയും ഇവിടെ പള്ളികൾ സ്ഥാപിക്കപ്പെടുകയും ഇവിടെ ദീനിന്റെ എല്ലാവിധ മുറകളും സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ വള്ളിപുള്ളിക്ക് വ്യത്യാസമില്ലാത്ത ദീനുൽ ഇസ്ലാമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യമായി കേരളത്തിൽ വന്നിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം പരിശുദ്ധരായ സഹാബിമാർ, താബിഈങ്ങൾ, ഈ ഏറ്റവും ഉത്കൃഷ്ടരായ ആളുകൾ തന്നെയാണ് കേരളത്തിൽ ഇസ്ലാമിന്റെ ശബ്ദം ഇവിടെ കൊണ്ടുവന്നത് എന്ന് ചരിത്രം ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ വശങ്ങളിലേക്ക് കടക്കുന്നില്ല. പറയത്തക്ക അഭിപ്രായ ഭിന്നതകളൊന്നും ഇല്ലാതെ ഈ കേരളീയർ 13 നൂറ്റാണ്ട് കാലം ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. സാമ്പത്തികമായ ഉച്ചനീചത്വങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാം, ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ചരിത്രത്തിൽ. പക്ഷെ വിശ്വാസപരവും ആചാരപരവുമായ വിഷയങ്ങളിൽ ഭിന്നമായ സംഘടനകൾ ഉരുവപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഈ പോയ നൂറ്റാണ്ടിൽ 1920 ശേഷമാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. അതാണ് നമ്മുടെ ചരിത്രം. അതുവരേക്കുമുള്ള 13 നൂറ്റാണ്ട് കാലത്തെ ചരിത്രം എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഖൗഫുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, ഉലമാക്കൾ, മഹത്തുക്കൾ, ലോകോത്തര മഹത്തുക്കളായ പണ്ഡിത മഹത്തുക്കൾ, അവരുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ടായിരുന്നു കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രയാണം, മുസ്ലിമീങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്നത്. ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്, നിഷേധിക്കാൻ സാധ്യമല്ല. പോയകാല ഉമ്മത്തിന്റെ ഈമാനികമായ ആ ഉറപ്പും ശക്തിയും ഒരുപക്ഷെ ഇന്നത്തെ ഉമ്മത്തിന് നമുക്ക് അവകാശപ്പെടാൻ കുറച്ച് പ്രയാസമുണ്ടായിരിക്കും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ഖിയാമത്ത് നാൾ അടുക്കും തോറും ആളുകളുടെ ഈമാൻ, തലമുറകളുടെ ഈമാൻ
വിശ്വാസത്തിന്റെ ശക്തി കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് പ്രമാണങ്ങളെ കൊണ്ട് അംഗീകൃതമായ വസ്തുതയാണ്. അതിലൊന്നും സംശയമില്ല. 1920 ശേഷം കേരളത്തിൽ ഇവിടെ വഹാബി പ്രസ്ഥാനം കടന്നു വന്നു. കേരളത്തിൽ വഹാബി പ്രസ്ഥാനം കടന്നു വന്നത് അതിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സൗദി അറേബ്യയിലുള്ള നജ്ദിലെ ഉയൈന എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച സാക്ഷാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന 1111 അല്ലെങ്കിൽ 15 അഭിപ്രായമുണ്ട്. അദ്ദേഹം അവിടെ ജനിക്കുകയും അദ്ദേഹം വിഷലിപ്തമായ ഒരുപാട് പുത്തനാശയങ്ങളുമായിട്ട് അവിടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയുണ്ടായി. ഭരണകൂടമാണ് അദ്ദേഹത്തെ സഹായിച്ചത്. ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് ഈജിപ്തിലും ചില ആളുകൾ രംഗത്ത് വന്നു. പ്രധാനമായി 3 പ്രധാനപ്പെട്ട ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ പരിഷ്കരണവാദികൾ, പരിഷ്കരണ രംഗത്തെ ബുദ്ധിജീവികൾ, വലിയ എഴുത്തുകാരായിരുന്നു അവർ. അതായത് സയ്യിദ് റഷീദ് റിള, മുഹമ്മദ് അബ്ദ, ജമാലുദ്ദീൻ അഫ്വാനി. ഈ 3 ആളുകൾ അവർ പരിഷ്കരണവാദികളായിരുന്നു. എന്തിനും പരിഷ്കരണപരമായ ഒരു ചിന്താഗതി. മുജാഹിദുകൾ ആദർശ ഗുരുക്കളായി കണ്ടിരുന്ന ഈജിപ്ഷ്യൻ ത്രിമൂർത്തികൾ പാശ്ചാത്യരുടെ കുതന്ത്രങ്ങൾക്ക് വിധേയരായ ഒരു ലോബിയുടെ ഏജന്റുമാരായിരുന്നു എന്ന് മുജാഹിദുകൾ തന്നെ പിളർപ്പാനന്തരം എഴുതി വെച്ചത് നമ്മുടെ മുമ്പാകെയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ 3 ആളുകളുടെയും പരിഷ്കരണ ചിന്തകളാണ് കേരളത്തിൽ വഹാബി പ്രസ്ഥാനമായിട്ട് KM മൗലവിയുടെ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറിയത്. അത് പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിന് തടയിടുവാൻ വേണ്ടി ഇവിടുത്തെ കേരളത്തിലുള്ള മഹോന്നതരായ ഉന്നത ശീർഷരായ ഉത്കൃഷ്ടരായ പണ്ഡിത മഹത്തുക്കൾ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഅലവി മുല്ലക്കോയ തങ്ങൾ അവർകൾ, പുതിയങ്ങാടി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, അവരുടെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുകയും അത് അതിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്തുകയും ചെയ്യുകയുണ്ടായി. ഇതൊക്കെ ചരിത്രമാണ്. മൗദൂദി പ്രസ്ഥാനവും വഹാബി പ്രസ്ഥാനവും തമ്മിൽ അടിസ്ഥാനപരമായി പല പിഴവുകളിലും അവർ യോജിക്കുന്നുണ്ട്. ഇസ്ലാമിക വിരുദ്ധമായ ഒരുപാട് ആശയങ്ങളിൽ അവർ ഒന്നിക്കുന്നുണ്ട്. പക്ഷേ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. വഹാബി പ്രസ്ഥാനം പ്രധാനമായി ശ്മശാന സംബന്ധമായ ഖബറുമായി ബന്ധപ്പെട്ട്, ഖബറാളികളുമായി ബന്ധപ്പെട്ട് കുറെ ശിർക്കുകളും കുറെ ശിർക്ക് ആരോപണങ്ങളും പാരമ്പര്യ മുസ്ലിമീങ്ങളെ ശിർക്കുകാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് രംഗത്ത് വന്നത്. എൻ്റെ കൈവശമുണ്ട് ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹം രൂപം കൊടുത്തതായ ആ പ്രസ്ഥാനം. അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബ്ഹ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിന്റെ 17ാമത്തെ പേജ് ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വിഷയമാണ്. വഅറഫ്ത അന്ന ഇഖ്റാറഹും ബിതൗഹീദിർ റുബൂബിയ്യ ലം യുദ്ഖിൽഹും ഫിൽ ഇസ്ലാം വഅന്ന ഖസ്ദഹുൽ മലായികത വൽ അംബിയാ വൽ ഔലിയാ യുരീദൂന ശഫാഅതഹും വതഖർറുബ ഇലല്ലാഹി ബിദാലിക ഹുവല്ലദീ അഹല്ല ദിമാഅഹും വഅൻവാലഹും. പാരമ്പര്യ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചുള്ള ഇബ്നു അബ്ദുൽ വഹാബിന്റെ രൂക്ഷമായ വിമർശനത്തിന്റെ ഒരു സാമ്പിളാണ് ഞാൻ വായിച്ചത്. റുബൂബിയ്യത്തിന്റെ ഏകത്വം അംഗീകരിച്ചതുകൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആകുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഈ മുസ്ലിംകൾ, ഇത്രയും കാലത്ത് ജീവിച്ചിരുന്ന മുസ്ലിംകൾ മലായികത്തുകളെ അല്ലെങ്കിൽ അമ്പിയാക്കൾ, ഔലിയാക്കളുടെ ശഫാഅത്ത് ആഗ്രഹിച്ചു പോയി എന്നുള്ളത്, ആ ശഫാഅത്തിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുവാൻ വേണ്ടി മോഹിച്ചു പോയി എന്നുള്ള കാര്യമാണ്. ഹുവല്ലദീ അഹല്ല ദിമാഅഹും വഅൻവാലഹും. അവരെ കാഫിരീങ്ങളെ പോലെ നിഷ്കരണം വധിക്കപ്പെടാനും അവരുടെ സമ്പത്ത് അപഹരിക്കപ്പെടുവാനും നിമിത്തമാക്കിയത് എന്ന് അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബ്ഹാത്തിന്റെ 17ാമത്തെ പേജിൽ ഇസ്ലാമിക സമൂഹത്തിന് നേരെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുകയാണ്. എന്നാൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ മറ്റൊരു ദിശയിലൂടെയാണ് ഇതേ ആരോപണം ഉന്നയിച്ചത്. രാഷ്ട്രീയപരമായ ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് കുറെ ആചാരങ്ങളും ആരാധനകളും മാത്രമല്ല, അനുഷ്ഠാന മുറകൾ മാത്രമല്ല. ഇസ്ലാമിന്റെ നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ദീൻ എന്ന് പറയുന്ന സാങ്കേതിക പദത്തിന്റെ അർത്ഥം രാഷ്ട്രം എന്നാണ്. ദീൻ, ഇബാദത്ത്, ഇലാഹ്, റബ്ബ്, ഈ 4 പദാവലികളെ ഇസ്ലാമിക സമൂഹം ഇത്രയും കാലം മനസ്സിലാക്കിയ ആശയത്തിന് വിരുദ്ധമായ പുതിയ അർത്ഥകൽപ്പനകൾ നടത്തിക്കൊണ്ട്